പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിൽ ചോർച്ച കണ്ടെത്താൻ പ്രഷർ ടെസ്റ്റ് ആരംഭിച്ചു. പരിശോധനയിൽ പെട്രോൾ ടാങ്കിൽ ലീക്കില്ലെന്ന് കണ്ടെത്തി. ഡീസൽ പ്രീമിയം പെട്രോൾ ടാങ്കുകളിലും പ്രഷർ ടെസ്റ്റ് നടത്തും. ഇന്ധന ചോർച്ചയെ തുടർന്ന് പള്ളിക്കുന്നിലെ പെട്രോൾ പമ്പ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പമ്പിലെ പെട്രോൾ സംഭരണിയിലെ ഇന്ധനം മുഴുവൻ നീക്കിയതിനു ശേഷം പ്രഷർ ടെസ്റ്റും ആരംഭിച്ചു. പെട്രോൾ ടാങ്കിലെ പ്രഷർ ടെസ്റ്റിൽ അപാകതകളൊന്നും കണ്ടെത്തിയില്ല. ഈ ടാങ്കിൽ ചോർച്ചയില്ല എന്നാണ് വിദഗ്ധരുടെ നിഗമനം. ഡീസൽ പ്രീമിയം പെട്രോൾ സംഭരണികളിലെ പരിശോധന വെള്ളിയാഴ്ച നടക്കും. 20,000 ലിറ്റർ സംഭരണികളിൽ വെള്ളം നിറച്ചതിന് ശേഷം അതിൽ മർദ്ദം ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. മർദ്ദവ്യത്യാസം കണ്ടെത്താത്തതിനാൽ സംഭരണിക്ക് ചോർച്ചയില്ല എന്ന നിഗമനത്തിലാണ് IOC വിദഗ്ധ സംഘം എത്തിയത്. ഇന്ധന ചോർച്ചയെ തുടർന്ന് ജയ്ജവാൻ റോഡിലെ വീട്ടുകിണറുകൾ മലിനമായതോടെയാണ് പരിശോധന ആരംഭിച്ചത്. പ്രദേശവാസികളെ ആകെ ആശങ്കയിലാഴ്ത്തിയ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടിയാണ് സെൻട്രൽ ജയിലും IOCയും സ്വീകരിക്കുന്നത്. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K. വേണുവും മുഴുവൻ സമയവും പരിശോധന നടക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നു. പ്രദേശവാസികളുടെ സംശയം ദൂരീകരിച്ചതിന് ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് IOC കോഴിക്കോട് ഡിവിഷൻ ഹെഡ് ഭാനു ചന്ദ്രാകർ, സെയിൽസ് ഓഫീസർ K. ഹസീബ് എന്നിവർ വിശദീകരിച്ചു. സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് PT സന്തോഷ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ P. അശ്വിനി, കോർപ്പറേഷൻ കൗൺസിലർമാരായ ദീപ്തി വിനോദ്, P. മഹേഷ്, മുൻ കൗൺസിലർ VK ഷൈജു, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ KC ശ്രീജിത്ത്, K. രാമചന്ദ്രൻ, ശ്രീവത്സൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ധന ചോർച്ച പൂർണ്ണമായും കണ്ടെത്തുന്നതുവരെ പരിശോധന തുടരുമെന്ന് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K. വേണു പറഞ്ഞു. സെൻട്രൽ ജയിലിനെ കൊണ്ട് പ്രദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും അതുകൊണ്ടാണ് ഇത്രയും വിപുലമായ പരിശോധന നടത്തുന്നതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.